ചൂരൽമല ദുരന്തത്തിന് ജൂലൈ 30-ന് തീരാനോവിന്റെ ഒരാണ്ട് തികയുകയാണ്. 450-ലേറെ ജീവനുകളാണ് അന്ന് പൊലിഞ്ഞത്. കണ്ണീർ പാടത്ത് ഒറ്റപ്പെട്ടു പോയവരുടെ ദുരിത ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം നടത്തുകയാണ് A to Z ന്യൂസ് മലയാളം 24. ശക്തമായ മലയോര ശീതക്കാറ്റിലും കനത്ത പേമഴയിലും തുള്ളി വിറച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലും വീടുകളിലുമായി ഉറങ്ങിക്കിടന്ന ചൂരൽമല മുണ്ടക്കൈ നിവാസികളായ നൂറുകണക്കിന് ആളുകളുടെ ജീവനും അവരുടെ സകല സമ്പത്തുകളും മാനം മുട്ട എത്തിയ മലവെള്ളവും ഉരുളുകളും ചേർന്ന് അപഹരിച്ച ഓർമ്മകളുടെ കണ്ണീരുണങ്ങാത്ത ആണ്ടുദിനം ഇന്ന് ജൂലൈ 30. തേയിലക്കാടുകളിൽ പകലന്തിയോളം പണിയെടുക്കുന്നവരും സ്വന്തം കൃഷിയിടങ്ങളിൽ അടക്കയും കുരുമുളകും കാപ്പിയും കൃഷി ചെയ്ത് ഉപജീവനത്തിനുള്ള വക കണ്ടെത്തുന്നവരും നാനാജാതി മതസ്ഥരും ഒരമ്മ പെറ്റ മക്കളെപ്പോലെ ഇടകലർന്ന് ഒരേ കുടുംബങ്ങളായി പരസ്പരം സ്നേഹിച്ചും പങ്കുവച്ചും അന്യോന്യം ആശ്രയിച്ചും ജീവിച്ചിരുന്ന ഒരു നാടിനെ ഒന്നാകെ ഇല്ലാതാക്കിയ പ്രകൃതിയുടെ വിളയാട്ടമായിരുന്നു 2024 ജൂലൈ 30 ചൊവ്വാഴ്ച പുലർച്ചെ 2:17 ചൂരൽമലയിലും മുണ്ടക്കയിലും അട്ടമലയിലും പുഞ്ചിരിവട്ടത്തുമെല്ലാം ഉണ്ടായത്. മണ്ണോട് മണ്ണ് ചേർന്ന് ചൂരൽമലയിലും മുണ്ടക്കയിലും ഒലിച്ചു പോകാതെ ഇന്നും അവശേഷിക്കുന്നവർക്ക് ഒരേ ഒരു ചോദ്യം മാത്രമേ ഇപ്പോഴും ചോദിക്കാനുള്ളൂ. ഉറ്റവരെയും ഉടയവരെയും കൂട്ടുകാരെയും എല്ലാം കടപുഴകി കൊണ്ടുപോയപ്പോൾ ഞങ്ങളിൽ കുറെ ഇരുകാലികളെ മാത്രം ആ ഉരുൾപ്പാറകൾ എന്തിനാണ് ഇവിടെ ബാക്കിയാക്കിയത്? ആ ചോദ്യങ്ങൾക്കൊപ്പം അവരുടെ കണ്ണുകളിൽ നിന്നും ഉറവ പൊട്ടിയൊഴുകുന്ന കണ്ണീരിനു മുമ്പിൽ ഏത് കഠിന ഹൃദയനും ഉരുകിപ്പോകും. അത്രത്തോളം തീരാ നോവുകളാണ് അവർ ഇപ്പോഴും അനുഭവിക്കുന്നത്. ദുരന്തത്തിൽ തകർന്നടിഞ്ഞ ചൂരൽമല ഒരു ചെറിയ പട്ടണമായിരുന്നു. 20ഓളം ജീപ്പ് ടാക്സിക്കാരും തുണിക്കച്ചവടക്കാരും ചായപ്പീടികകളും മൊബൈൽ ഫോൺ ഷോപ്പുകളും സൂപ്പർ മാർക്കറ്റുകളും ടൂറിസ്റ്റുകൾക്ക് പാർക്കാൻ ഹോട്ടൽ മുറികളും ഹോം സ്റ്റേകളുമൊക്കെ ഉണ്ടായിരുന്ന ആ ചൂരൽമലയെ ഇരുൾ മറവിൽ പൊട്ടി അടർന്നെത്തിയ ഉരുളുകളും മലവെള്ളവും ചേർന്നൊലിച്ച് വാരി വലിച്ചു കൊണ്ടുപോകുമ്പോൾ ഒന്നുറക്കെ നിലവിളിക്കാൻ പോലും കഴിയാതെ പല പ്രായക്കാരായ നൂറുകണക്കിന് മനുഷ്യരാണ് ഒരിറ്റു ശ്വാസത്തിനായി പിടഞ്ഞ് ഹൃദയം പൊട്ടി മരിച്ചത്. കരിങ്കല്ലുരുളുകൾക്കും കടപുഴകിയെത്തിയ കൂറ്റൻ കാട്ടുമരങ്ങൾക്കുമിടയിൽപ്പെട്ട് തലതകർന്നും അവയവങ്ങൾ ചിന്നിച്ചിതറിയും മണ്ണകങ്ങളിൽ മരണത്തിന് കീഴടങ്ങിയത് 450-ലധികം മനുഷ്യജീവനുകളാണെന്ന് സർക്കാർ കണക്കാക്കുമ്പോൾ കണക്കാക്കാതെ പോയവരുടെ എണ്ണം 150-ലേറെ വരും. തിരിച്ചറിയാനായത് 227 മൃതദേഹങ്ങൾ മാത്രം. 190 ശരീരഭാഗങ്ങൾ പരിശോധിച്ചു മരിച്ചവരെ കണ്ടെത്തി. വിവിധ ആശുപത്രികളിലായി അന്ന് പരിക്കേറ്റ് കിടന്നത് 417 പേരാണ്. കേരളം കണ്ട ഏറ്റവും വലിയ മഹാദുരന്തത്തിന് ഒരാണ്ട് തികയുമ്പോൾ മരിച്ചവരുടെ അവശേഷിക്കുന്ന കുടുംബങ്ങൾക്ക് പറയത്തക്ക നഷ്ടപരിഹാരമൊന്നും സർക്കാർ ഇതുവരെ നൽകിയിട്ടില്ല. 300 രൂപ വീതം നിത്യച്ചെലവിനായി നൽകുമെന്ന് പ്രഖ്യാപിച്ച സർക്കാർ 5 മാസം കഴിഞ്ഞപ്പോൾ അത് നിർത്തലാക്കി. 6000 രൂപ വീതം വീട്ടുവാടക കിട്ടുന്നവരും കിട്ടാത്തവരും ഇപ്പോഴുമുണ്ട് ഇവിടെ. 2 ഏക്കർ കൃഷിഭൂമിയിൽ നിന്നും ഒരു വർഷം 4-5 ലക്ഷം രൂപ വീതം സമ്പാദിച്ചിരുന്ന അണ്ണയ്യന് കൃഷിവകുപ്പിൽ നിന്നും ആകെ കിട്ടിയത് 37,000 രൂപ. അടക്കയും കാപ്പിയും കുരുമുളകും കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന അണ്ണയ്യന്റെ ഭൂമിയിൽ നിറയെ ഇപ്പോൾ ഉരുൾപ്പാറകളും മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിയെത്തിയ കാട്ടുമരങ്ങളുമാണ് തമ്പടിച്ചിരിക്കുന്നത്. 125 ചാക്ക് കാപ്പിയും 100 ചാക്ക് അടക്കയും സൂക്ഷിച്ചു വെച്ച കുരുമുളകും ഉരുളെടുത്തെങ്കിലും സർക്കാർ ചെലവിൽ ഭൂമി ഒരുക്കി കിട്ടിയാൽ താൻ കൃഷി ചെയ്ത് ജീവിച്ചോളാമെന്ന് പറയുന്ന അണ്ണയ്യനെ സഹായിക്കാൻ സർക്കാരാവട്ടെ ഇതുവരെ ഒരു കൈ സഹായിച്ചിട്ടില്ല. ദുരന്തമറിഞ്ഞ് ഗൾഫിൽ നിന്നെത്തിയ നൗഫൽ എന്ന ചെറുപ്പക്കാരനെ കാത്തിരുന്നതും കരൾപ്പടയുന്ന ദുഃഖവാർത്തകളായിരുന്നു. പ്രവാസിയായിരുന്ന നൗഫലിന് നഷ്ടപ്പെട്ടത് 1-2 പേരെയല്ല, ഉമ്മയും ഉപ്പയും മകളുമടക്കം 11 പേരെയാണ്. മേപ്പാടിയിൽ ജൂലൈ 30 എന്ന പേരിൽ ഒരു ബേക്കറിയും ഹോട്ടലുമായി നൗഫൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിലും വേണ്ടത്ര സഹായമൊന്നും സർക്കാർ ഇതുവരെ നൗഫലിനും നൽകിയിട്ടില്ല. പ്രവാസി കൂട്ടായ്മ നിർമ്മിച്ചു നൽകിയ വീട്ടിലാണ് നൗഫലിന്റെ താമസം. നാട്ടിലെയും വിദേശത്തെയും സുമനസുകളാണ് ബേക്കറി തുടങ്ങാൻ ഒപ്പം നിന്നത്. ഉരുൾ ദുരന്തങ്ങൾ സർക്കാരിന് 1200 കോടിയുടെ നഷ്ടമുണ്ടാക്കിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഉരുൾപൊട്ടിയതിൻ്റെ തലേദിവസം വരെ 570 മില്ലിമീറ്റർ മഴയാണ് വയനാട് ജില്ലയിലെ മേപ്പാടിയിലും പരിസരങ്ങളിലും പെയ്തിറങ്ങിയത്. 86,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് ഭൂനാശമുണ്ടായത്. സമുദ്രനിരപ്പിൽ നിന്നും 1550 അടി ഉയരത്തിലായിരുന്നു ദുരന്തത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നും പഠനങ്ങൾ പറയുന്നു. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സിൽ മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമറ്റം, അട്ടമല മേഖലകളിലുണ്ടായ ഉരുൾ ദുരന്തം ഇപ്പോഴും തീരാവേദനയാണ്.
മഹാദുരന്തത്തിന് 1 വയസ്സ് പൂർത്തിയാകുമ്പോൾ ദുരിതബാധിതർക്കായി അന്ന് സർക്കാർ പ്രഖ്യാപിച്ച പ്രത്യേക പാക്കേജ് ഇപ്പോഴും പാതി വഴിയിൽ നിൽക്കുന്നു. സംഭാവനയായി ലഭിച്ച 700 കോടിയിലേറെ രൂപയിൽ നിന്നും ദുരന്തഭൂമിയുടെ പുനരുദ്ധാരണത്തിനായി കാര്യമായതൊന്നും ഇന്നേ വരെ സർക്കാർ ചെയ്തിട്ടില്ല. തമിഴ് ചലച്ചിത്ര താരങ്ങളായ സൂര്യ, കാർത്തി, ജ്യോതിക എന്നിവർ സർക്കാരിന് കൈമാറിയത് 50 ലക്ഷം രൂപയാണ്. നടൻ വിക്രം 20 ലക്ഷം നൽകി. നയൻതാരയും ഭർത്താവും ചേർന്ന് 20 ലക്ഷവും കൈമാറി. നടി രശ്മിക മന്ദാന 10 ലക്ഷവും ഭഗതും നസ്രിയയും ചേർന്ന് 25 ലക്ഷവും നൽകിയപ്പോൾ മമ്മൂട്ടിയും മകൻ ദുൽഖറും ചേർന്ന് 35 ലക്ഷം രൂപയാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി പങ്കുവച്ചത്. നടൻ മോഹൻലാൽ 25 ലക്ഷം രൂപ നൽകിയിരുന്നു. ദുരന്തത്തിന് ഒരാണ്ട് തികയുന്ന ഈ ജൂലൈ 30-നും ഉരുൾ ദുരന്തത്തിൽ ബാക്കിയായവരുടെ ജീവിതത്തിന് പറയത്തക്ക മാറ്റങ്ങളൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. മാതാപിതാക്കളും ഭാര്യയും സഹോദരങ്ങളും മക്കളും വേർപെട്ടതിന്റെ തീരാ സങ്കടങ്ങളും പേറി ദുരന്തഭൂമിയിൽ നിന്നും അധികം അകലെയല്ലാതെ ശേഷിച്ചവരിൽ പലരും ഇപ്പോഴും കഴിയുന്നു. വാഗ്ദാന പെരുമഴയിൽ നനഞ്ഞതല്ലാതെ അവരുടെ സ്വപ്നങ്ങൾ ഇതുവരെയും പൂവണിഞ്ഞിട്ടില്ല. ഏറ്റവും പ്രിയപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടവർക്ക് ജീവിതത്തിന്റെ നിറങ്ങളിൽ ഇനി എന്ത് ശുഭപ്രതീക്ഷയാണ് അവശേഷിക്കുന്നത്? മരണം കൊണ്ടുപോയവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിറ്റു നേരം കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് A to Z ന്യൂസ് മലയാളം 24.